സിവിൽ വ്യോമയാന മേഖലയിലെ ടർക്കിഷ് കമ്പനികളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ നടപടികളുമായി എയർ ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സേവനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഐസൺ, ടർക്കിഷ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യയും മുന്നോട്ട് പോവുകയാണ്. അതിനു മുൻപ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ബൈറ്റിലേക്ക് പോകാം. We have sent some to Turkish Technic, but clearly with this new development, we didn't expect this development. We'll be reconsidering where we send aircraft and obviously trying to find alternatives. Would that mean sort of ending your association with Turkish Technic? Well, yes, I think we want to respect public sentiment. We have sent some to Turkish Technic, but clearly with this new development, we didn't expect. ടർക്കിഷ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഐസൺ ജോസ് ഉണ്ട് വിവരങ്ങളുമായി. ഐസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഐസൺ കേൾക്കാമെങ്കിൽ ടർക്കിഷ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗം തന്നെയാണ് എയർ ഇന്ത്യയുടെ നടപടി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും എയർ ഇന്ത്യയും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ് നടത്തിയിരുന്നത് ഒരു ടർക്കിഷ് കമ്പനിയായിരുന്നു. ആ ടർക്കിഷ് കമ്പനിയെ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ CEO ക്യാമ്പൽ വിൽസൺ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വൈഡ് ബോഡി എയർക്രാഫ്റ്റുകളുടെ കുറെ കൂടി വിശാലമായ വലുപ്പമേറിയ വിമാനങ്ങളുടെ മെയിൻ്റനൻസും ഓവർഹോളും അതുപോലെ തന്നെ മറ്റനുബന്ധ റിപ്പയർ സർവീസുകളും എല്ലാം തന്നെ നടത്തിയിരുന്ന ടർക്കിഷ് കമ്പനിയെ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ടർക്കിഷ് കമ്പനിയുമായുള്ള കോൺട്രാക്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മെയിൻ്റനൻസും മറ്റു സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഓരോ വിമാനവും വിമാനത്താവളത്തിൽ എത്തുമ്പോൾ സാങ്കേതികമായി ചെയ്യേണ്ടതുണ്ട്. അതിന്റെ റീഫ്യൂവലിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനിയാണിത്. ഈ കമ്പനിയുടെ മെയിൻ്റനൻസ്, ഓവർഹോൾ ആൻഡ് റിപ്പയർ എന്ന് പറയുന്ന ആ സെക്ഷനാണ് കൈകാര്യം ചെയ്യുക. ആ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിൽ നിന്നും ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എയർ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു സുപ്രധാനമായ നീക്കം ഇക്കഴിഞ്ഞ ദിവസം, അതായത് മെയ് 30-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവെല്ലാം പുറപ്പെടുകയും ചെയ്തത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടർക്കിഷ് എയർലൈൻസിൽ നിന്നും വാടകയ്ക്കെടുത്ത വിമാനങ്ങൾ തിരിച്ചു നൽകുന്നതിന് ഇൻഡിഗോയ്ക്ക് ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം അവസാനത്തിനകം ഈ വിമാനങ്ങൾ തിരിച്ചു നൽകുന്നതിന് 3 മാസത്തെ സമയം നൽകിയിരിക്കുകയാണ്. ബോയിങ് 777 വിമാനങ്ങളും അതുപോലെ തന്നെ വലിയ ജംബോ ജെറ്റ് വിമാനങ്ങളുമാണ് ഇൻഡിഗോ വാടകയ്ക്കെടുത്ത് സേവനം നടത്തുന്നത് ടർക്കിഷ് എയർലൈൻസിൽ നിന്നും. അതെല്ലാം തന്നെ തിരിച്ചു നൽകുന്നതിനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ വിവാദമായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ടർക്കി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഇതിന് പിന്നാലെ ടർക്കിഷ് കമ്പനിയായ സെലബിയെ വിമാനത്താവളങ്ങളിലെ 10ഓളം വിമാനത്താവളങ്ങളിലെ വിവിധ കാർഗോ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെയും അതുപോലെ തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെയും ഭാഗത്ത് നിന്ന് കടുത്ത നടപടികളുണ്ടായി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒഴിവാക്കിയതോടുകൂടി ഈ 10ഓളം എയർപോർട്ടുകളിൽ നിന്നും അവർക്ക് പ്രവേശനം പോലും നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരെ പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കടുത്ത നടപടികൾ ടർക്കിഷ് കമ്പനികൾക്കെതിരെ തുടരുകയാണ് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ വിഭാഗം മുഴുവനും. സിവിൽ ഏവിയേഷനിലെ രംഗത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ മേഖലകളിലെല്ലാം തന്നെ വരാനുള്ള ഒരു സാധ്യത ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഒഴിവാക്കുന്നത് രാജ്യസുരക്ഷയുടെ കൂടി ഭാഗമായുള്ള നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എയർ ഇന്ത്യയും അതുപോലെ തന്നെ അനുബന്ധ വിമാന കമ്പനികളും ഇത്തരം സേവനങ്ങൾ ടർക്കിയിൽ നിന്ന് ലഭ്യമാക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ടർക്കിഷ് കമ്പനികൾക്കെതിരെ എയർ ഇന്ത്യയും. എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സേവനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കുമെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.